ക്രാബ് ഡിസീസ് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള മൈലിൻ എന്ന് പറയുന്ന ആ ഒരു കവറിങ്, മൈലിൻ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണിത്. ഇത് ജെനറ്റിക് ആണ്. ഇത് വളരെ സീരിയസ് ആണ്. ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇൻഫൻറ്റൈൽ ഫോം ആണ്. അതായത് 1 വയസ്സിൽ താഴെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം കുഞ്ഞിൻ്റെ മസിൽ വീക്ക്നെസ് ഉണ്ടാകും. അതുപോലെ തന്നെ കുഞ്ഞ് സ്വാളോ ചെയ്യത്തില്ല. കുഞ്ഞിന് എപ്പോഴും ഫീവർ, പനി കാണും. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒന്നും കാണത്തില്ല. ഇൻഫെക്ഷൻ ഇല്ലാതെയുള്ള പനി കാണിക്കും. ഈ ഡിസീസ് പ്രോഗ്രസ് ആകുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ വീക്ക്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ കുഞ്ഞുങ്ങൾ നടക്കത്തില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്വാളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ബ്രീത്തിങ്, അത് ലങ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ക്രാബ് ഡിസീസ് വളരെ റയറാണ്. വളരെ റയറായിട്ടുള്ളൊരു ജെനറ്റിക് ഡിസോർഡറാണ്. ഇതിൻ്റെ ഒരു സിവിയറിറ്റി കാരണം ഈ കുഞ്ഞുങ്ങൾ 2 വയസ്സിൽ കൂടുതൽ സർവൈവ് ചെയ്യില്ല എന്നാണ് പറയപ്പെടുന്നത്. ക്രാബ് ഡിസീസിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. പിന്നെ ഇത് പെട്ടെന്ന് പ്രോഗ്രസ് ആകാതിരിക്കാനായിട്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യാറുണ്ട്.